ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ള നടന്നു പോകുന്ന വഴികളിൽ കല്ലും മുള്ളും വലിച്ചെറിഞ്ഞു എന്ന് നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് ഞെളിഞ്ഞ കുടൽമാലകൾ വലിച്ചെറിയുന്നു. സ്വഹാബത്ത് പോലും ദുർഗന്ധം നിമിത്തം തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ 9 വയസ്സ് പ്രായമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുന്നിലേക്ക് കടന്നു വന്ന് സ്വന്തം വാപ്പയുടെ കഴുത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ കുടൽമാല എടുത്തു മാറ്റുന്നു. റസൂലുള്ള തന്റെ ഖൽബിന്റെ കഷ്ണമെന്നാണ് ഫാത്തിമ ബീവിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിന് അന്യം നിൽക്കുന്ന വഴികളിലൂടെ ഓർത്ത റബീഉൽ അവ്വൽ മാസത്തിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നുപോയി അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസത്തിൽ തന്റെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു, എന്റെ ഫാത്തിമാനോട് എന്റെ അടുത്ത് വരാൻ പറ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് ഒരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ ബീവി പൊട്ടിക്കരയാ റളിയല്ലാഹു അൻഹ. പൊട്ടിക്കരഞ്ഞ് സംസാരിക്കാൻ പോലും കഴിയാതെ വിതുമ്പി കണ്ണുനീരുകൾ ഇങ്ങനെ ചാലിട്ടൊടുക്കുമ്പോ റസൂലുള്ള ഫാത്തിമ ബീവിയെ വീണ്ടും വിളിച്ചു. ഒരു സ്വകാര്യം കൂടി പറഞ്ഞു. അപ്പൊ ഫാത്തിമ ബീവി പുഞ്ചിരിക്കാൻ തുടങ്ങി. ആദ്യം റസൂലുള്ള പറഞ്ഞ സ്വകാര്യം എന്താണെന്നറിയോ? മോളെ, വാപ്പയുടെ മരണം അടുത്തിട്ടുണ്ട് എന്ന, നിന്റെ വാപ്പ പോകാണ് എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിയുടെ ഖൽബ് പടഞ്ഞു. രണ്ടാമത് വാപ്പ എന്താ പറഞ്ഞത്? മോളെ, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ പിന്നാലെ എന്റെ അടുത്തേക്ക് വരുന്നത് നീയാണ് എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പുഞ്ചിരിക്കുക. കാരണം എന്താ? എന്റെ പിതാവിന്റെ കൂടെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ് ബർസഖ് ഈ ലോകത്തിലേക്ക് പോകാൻ ഒന്നാമത് റബ്ബന്നെയാണല്ലോ തെരഞ്ഞെടുത്തത് എന്ന സന്തോഷം. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി കല്യാണം ചെയ്തു കൊടുത്തത് ആർക്കാ? സ്വന്തമായ വീടില്ലാത്ത അലി റളിയല്ലാഹു അൻഹുവിനെ. അവിടെ വിഷയം സ്വന്തമായ വീടില്ലാത്ത അലി റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ എന്താ കല്യാണത്തിന്റെ ഒരു അവിടെ പരിഗണിക്കപ്പെടേണ്ട വിഷയമെന്ന് പറയുന്നത്? മതബോധം പരിഗണിക്കപ്പെടുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന് നിക്കാഹിന്റെ ഖുതുബ നമ്മൾ നടത്തല്ലോ. ഖുതുബ എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്. സ്വന്തം മകൾക്ക് ഉപദേശം നൽകുന്നത് വാപ്പയാ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിനോട് എന്താ പറഞ്ഞത്? മോളെ, അലിയുടെ വീട്ടിൽ നീ പട്ടിണി കിടക്കേണ്ടി വരും, പക്ഷെ ദീനിന്റെ പേരിൽ നീ സങ്കടപ്പെടേണ്ടി വരില്ല. ദീനിന്റെ പേരിൽ നീ സങ്കടപ്പെടേണ്ടി വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളോടുള്ള ഉപദേശമായി പഠിപ്പിക്കുകയാണ്. ഇനിയോ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു. നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു വാർഡ് മെമ്പറെ കല്യാണം ആലോചിച്ച് നോക്കുങ്ങള്. നമ്മളതിന് പറയാ കുഫു വെക്കുക എന്നാ. കുഫു വെക്കുക എന്ന് പറയല്ലോ. സാധാരണ നമ്മൾ കുഫു ഒപ്പിക്കൽ ഏതിലൊക്കെയാണ്? സമ്പത്തിലാ, തറവാടിലാ. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ കുഫു ഒപ്പിക്കുക എന്ന് പറഞ്ഞ രണ്ടുപേരും സമാന ചിന്താഗതി അതാണല്ലോ. ഇസ്ലാമിൽ കുഫു ഒപ്പിക്കാൻ പറഞ്ഞ ദീനിലാ. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 20 രാജ്യങ്ങൾ ഒരുമിച്ച് ഭരിച്ച ഭരണാധികാരിയാ. ഇന്നത്തെ 20 രാജ്യങ്ങൾ ഒരുമിച്ച് ഭരിച്ച ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകന്റെ കല്യാണത്തിന് പെണ്ണായി തെരഞ്ഞെടുത്തത് പാലിൽ വെള്ളം ചേർക്കാത്ത ഒരു പെൺകുട്ടിയെ. ചരിത്രം നമുക്കറിയാലോ. പാലിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ലെന്ന് സ്വന്തം പിതാവിനോട് പറഞ്ഞ, സ്വന്തം മാതാവിനോട് പറഞ്ഞ പെൺകുട്ടിയെയാണ്
ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഭാര്യയായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ ഭാഗം കല്യാണ അന്വേഷണമാണ്. ദീനിന് പരിഗണന നൽകുകയും ദീനിന്റെ മാർഗത്തിൽ മുന്നിൽ നടക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നവർ അവരായിരിക്കണം ഒന്നിച്ച് കല്യാണം ചെയ്യപ്പെടേണ്ടത്. ഇനി എന്താ കല്യാണം? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കതൊരു ചെറിയ വിഷയ. പള്ളിയിൽ ഒരു ഉസ്താദ് വരും, ഉസ്താദ് ചെക്കനെ ചൊല്ലിക്കൊടുക്കും. എന്താ? എന്റെ മകളെ കല്യാണം ചെയ്തു തരുന്നു എന്ന് പെൺകുട്ടിയുടെ ബാപ്പ പറയുമ്പോ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം പൂർത്തിയാണ്. പള്ളിയുടെ അലമാറയിൽ സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്ററിൽ ഒരു ഒപ്പും വെച്ചാൽ തീർന്നു. പക്ഷെ ദീനിൽ ആ ഒപ്പിന്റെ വില എന്താണെന്നറിയോ? മീസാഖൻ ഖലീല. എന്താണിത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തും അമ്പിയാക്കളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെക്കുറിച്ച് പറയാൻ ഖുർആൻ പ്രയോഗിച്ചത് മീസാഖൻ ഖലീല, അതിശക്തമായ ഒരു കരാർ. അത് അവർ തമ്മിലുള്ള, അള്ളാഹുവും അമ്പിയാക്കളും തമ്മിലുള്ള ബന്ധത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചതാ. ആ ബന്ധമാണ്, ആ കരാറാണ് പെൺകുട്ടിയുടെ വാപ്പയിൽ നിന്ന് ഈ മരുമകൻ സ്വീകരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് കല്യാണമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ് എന്ന്. നമ്മളെ നാട്ടിൽ ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്ന വേദികളിൽ വെടിമരുന്ന് പ്രയോഗങ്ങൾ, ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്ന വേദികളിൽ പടക്കം പൊട്ടിക്കലുകൾ, ഈമാൻ പൂർത്തീകരിക്കുന്ന വേദിയിൽ JCBയുടെ കൈകളിൽ വരനും വധുവും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകൾ, കൊറോണയുടെ കാലത്ത് PPE കിറ്റ് ധരിച്ചുകൊണ്ട് കടന്നുവരുന്ന ഭാര്യ ഭർത്താക്കന്മാർ, വീടിന്റെ മുറ്റം മാത്രമല്ല നാഷണൽ ഹൈവേകൾ വരെ കാർപ്പറ്റ് വിരിച്ച് കടന്നുവരുന്ന പെൺകുട്ടിയുടെ കൈകളിലേക്ക് കുടിക്കാൻ കൊടുത്ത വെൽക്കം ഡ്രിങ്ക്സിനകത്ത് സ്വർണ്ണ നാണയം ഒളിപ്പിച്ചു വെച്ച് ആദിരാത്രിയിൽ റൂമിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരുടെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസം അവരൊരുമിച്ചുള്ള ഫോട്ടോ ഫേസ്ബുക്കിലിട്ടപ്പോ ഏതോ ഒരുത്തന്റെ കമന്റ് പെണ്ണിനൊരൽപ്പം ഹൈറ്റ് കൂടുതലാ. 4ാമത്തെ ദിവസം തൊലാക്ക് ചെയ്യപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ വാർത്തയാണ്. എന്താ കാരണം? നമ്മൾ മീസാഖൻ ഖലീല എന്ന ഗൗരവം തിരിച്ചറിയാതെ പോയി. വിശുദ്ധ ഖുർആൻ നിക്കാഹിനെ കുറിച്ച് സൂചിപ്പിച്ചത് വമിൻ ആയാത്തിഹി. എന്താ വമിൻ ആയാത്തിഹി? അല്ലാഹു ഉണ്ട് എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തമാണത്. അപ്പൊ ആരെയാണ് ഓർക്കേണ്ടത്? അല്ലാഹുവിനെ. അല്ലാഹു ഉണ്ട് എന്ന തിരിച്ചറിവായിരിക്കണം കല്യാണം. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. എന്താ മിൻ അൻഫുസികും? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണയെ. അത് പ്രത്യേകം പറയേണ്ടതുണ്ടോ? മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ കൂട്ടത്തിൽ തന്നെ അല്ല ഇണയെ തരിക. പിന്നെന്തിനാ മിൻ അൻഫുസികും? ഖുർആനിന്റെ പ്രയോഗങ്ങൾ പോലും അത്ഭുതകരമാണ്. അങ്ങനെ പറഞ്ഞത് എന്താ അറിയോ? നീ കല്യാണം ചെയ്തു കൊണ്ടുവരുന്ന പെണ്ണ് ഒരത്ഭുത ജീവിയല്ല. പെണ്ണിനോട് പറയാണ്, നിന്നിലേക്ക് കടന്നു വരുന്ന പുരുഷൻ ഒരത്ഭുത ജീവിയല്ല. നീ മനുഷ്യനാണ്, അവനും മനുഷ്യനാണ്. നിനക്ക് അപാകതകൾ വരാം, അവനും അപാകതകൾ വരാം. നിനക്ക് 100% ശരിയാകാൻ കഴിയില്ല, അതുപോലെ അവനും കഴിയില്ല. ഇതാണ് മിൻ അൻഫുസികും. ആലോചിക്കൂ, എത്ര കൃത്യമായി ഖുർആൻ ഈ വിഷയങ്ങളെ നമ്മുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്തിന്? ലിതസ്കുനു ഇലൈഹ. വീടുകൾ മസ്കനാവണം എന്നാണ്. വീടിന് അറബി പറയും എന്താന്ന് വെച്ചാൽ കുട്ടികൾ ബൈത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ദാറെന്ന് പറയും, അല്ലെങ്കിൽ മൻസിൽ എന്ന് പറയും. ഇസ്ലാം പഠിപ്പിച്ച വീട് മസ്കനാണ്. അത്
സ്വസ്ഥതയുള്ള സമാധാനമുള്ള വീട് എന്നാണ് അർത്ഥം. അതിനെന്തു വേണം? കല്യാണം ഇസ്ലാമികമായി മാറണം. നിങ്ങൾ ആലോചിച്ചു, എനിക്കറിയില്ല, ഞാൻ കുറ്റപ്പെടുത്തലാണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കല്യാണം ഇപ്പൊ 6, 7, 8 ദിവസം, മഞ്ഞുണ്ട്, ചോപ്പുണ്ട്, നീലുണ്ട്, ഇതൊക്കെ കല്യാണ. എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കിയിട്ടും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ഇസ്ലാമിലെ കല്യാണം വളരെ ലളിതമാണ്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. നമ്മളിപ്പോ നമ്മുടെ മകളെ ഇപ്പൊ ഈ തലക്കടത്തൂർ മഹലിലെ ഒരു കല്യാണം നടക്കുമ്പോ നമ്മുടെ മഹല്ല് ഖത്തീബിനെയോ പള്ളിയിലെ ഇമാമിനെയോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയെയോ വിളിക്കാതെ നമ്മളെ മകളെ കല്യാണം നമ്മൾ നടത്തുവോ? അങ്ങനെ ഒരു കല്യാണം നടന്നാ പിന്നെ പറയണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ഞാൻ പറയണ എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയുടെ മുന്നിലിരിക്കുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിൽ ഒരു അടയാളമുണ്ട്. എന്താണ്? അത്തറിന്റെ അടയാളമാണ്. ആ അടയാളം കണ്ടപ്പോ റസൂലുള്ള ചോദിച്ചു, അബ്ദുറഹ്മാൻ കല്യാണം കഴിഞ്ഞോ? ആ റസൂലെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ റസൂലുള്ള പറഞ്ഞത്, എങ്കിൽ ഒരു ആടിനെ അറുത്ത് നാട്ടുകാർക്ക് വിതരണം ചെയ്തേക്ക്. പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ റസൂലുള്ളയെ വിളിക്കാത്ത കല്യാണം മദീനത്ത് നടന്നിട്ടുണ്ട്. റസൂലുള്ള ജീവിച്ചിരിക്കെ റസൂലുള്ളയെ വിളിക്കാത്ത കല്യാണം. എന്താ കാരണം? അത്ര ലളിത കല്യാണം. ആരാണ്? മക്കയെ മദീനയെ വിലക്കെടുക്കാൻ കഴിയുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ കല്യാണത്തിന് ബൊഫേ സിസ്റ്റാണ്. ഞാൻ പറയും, ഇതൊന്നും കുറ്റപ്പെടുത്തലല്ല കേട്ടോ, നമുക്കൊരാലോചനയ്ക്ക് വേണ്ടി മാത്രം. ഈ ബൊഫേ സിസ്റ്റത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഇത് എങ്ങനെ തുടങ്ങിയെന്നറിയോ? ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള രാഷ്ട്രത്തലവന്മാർ, പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വരുമ്പോ ഇന്ത്യയിലുള്ള ഭക്ഷണം അമേരിക്കക്കാർക്ക് പറ്റൂല, അമേരിക്കക്കാരെ ഭക്ഷണം യൂറോപ്പുകാർക്ക് പറ്റൂല. അപ്പൊ അതത് രാജ്യങ്ങളുടെ ഭക്ഷണം ഇങ്ങനെ ഒന്നിച്ച് നിരത്തി വെക്കും. എന്നിട്ട് അവരെ നാട്ടിലെ ഭക്ഷണം എടുത്ത് കഴിക്കാനാണ് ലോകത്തിൽ ആദ്യമായി ബൊഫേ സിസ്റ്റം തുടങ്ങിയത്. ഓക്കെ, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാൻ. നമ്മളെ നാട്ടിലെ ബൊഫേ സിസ്റ്റം നടത്തി നമ്മൾ എന്താ ചെയ്യാം? ഒരു 10 ഐറ്റം ഉണ്ടെങ്കിൽ എല്ലാത്തിനും കുറച്ചെടുക്കുക. യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒന്ന് മാത്രം എടുക്കാനാ ബൊഫേ സിസ്റ്റം. നമ്മളൊക്കെ എന്താണ്, ഇതൊരു ആർഭാടമായി മാറുന്നു. ഇപ്പൊ ഞാൻ എന്റെ കല്യാണം എപ്പോഴും ഓർക്കാറുണ്ട്. എന്റെ വാപ്പ കല്യാണത്തിന്റെ തലേന്ന് എന്നോട് ചോദിച്ചു, എന്നാലും ഒരു ചിക്കൻ ചുക്ക, അങ്ങനെ വാപ്പ ചോദിച്ചത്, ഒരു ചിക്കൻ ചുക്കെങ്കിലും വെച്ചൂടെ? ഞാൻ പറഞ്ഞു, വേണ്ട, ഒരൊറ്റ ബിരിയാണി. അവിടെ ഒതുക്കാൻ നമുക്ക് കഴിയാത്തതെന്താ? നമ്മളും അതിലേക്ക് മാറുന്നു. അവിടെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം. നാട്ടുകാര് മുഴുവൻ പള്ളിയിൽ വന്നിട്ട് നിക്കാഹ് ഖുതുബ കഴിഞ്ഞാൽ, നിക്കാഹും കഴിഞ്ഞാൽ ബാറക്കല്ലാ. എത്ര അത്യുച്ചത്തിലല്ലേ? ഞാൻ നിക്കാഹ് ഖുതുബക്ക് പോകുന്നിടത്തൊക്കെ വരന്മാരോട് ചോദിക്കാറുണ്ട്. അസർ കഴിഞ്ഞിട്ടാണ് നിക്കാഹ് ഖുതുബെങ്കിൽ ഞാൻ ചോദിക്കും, ളുഹുർ നിസ്കരിച്ചോ? മിക്കവാറും ആളും നിസ്കരിക്കാറില്ല. ഇവർക്കും വേണ്ടി നമ്മൾ ബാറക്കല്ലാ സ്വന്തം പോലെ. കാരണം എന്താ? കല്യാണം അസർ നമസ്കാരത്തിന് ശേഷാണെങ്കിൽ പെണ്ണും ചെക്കനും ളുഹറിന്റെ സമയത്ത് ബ്യൂട്ടി പാർലറില, ളുഹുറും മറന്നു. ഇനിയോ കല്യാണം കഴിഞ്ഞ മഗ്രിബുണ്ടോ? ഇല്ല. ആ മഗ്രിബിന്റെ ആ ഒരു കല്യാണത്തിന്റെ ആഘോഷത്തിനടക്ക് മഗ്രിബും പോയി. എന്നിട്ട് നമ്മൾ അസറിന്റെ സമയത്ത് ഇവർക്ക് വേണ്ടി ബാറക്കല്ലാ. ഇവിടെ തിരുത്തിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. എന്റെ ഒരു വിദ്യാർത്ഥിനിയുടെ വാപ്പ എന്നെ വിളിച്ചു, സാറെ നിക്കാഹ് ഖുതുബക്ക് നിങ്ങൾ വരണം.
3 കൊല്ലം അവളെ പഠിപ്പിച്ചിട്ട് ഇന്നേ വരെ ഇസ്ലാമിക വസ്ത്രം അവള് ധരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഏതായാലും എന്നെ വിളിച്ചതാണല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ ഇസ്ലാമിക വസ്ത്രം അവള് ധരിക്കും എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. ഉടനെ ഓളെ വാപ്പനോട് ചോദിച്ചു, സാറേ ഇസ്ലാമിക വസ്ത്രം എന്ന് പറഞ്ഞാ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കണം. ഉടനെ ഓളെ വാപ്പ ചോദിച്ചു, അത് ചെക്കന്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന ഡ്രസ്സല്ലേ, അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, ടീഷർട്ടും പാന്റും കൊണ്ട് നിങ്ങൾ ഇടാൻ സമ്മതിക്കോ? കുറച്ചേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ കല്യാണത്തിന് നേരത്തെ വരി, നിക്കാഹിന് ഞാൻ വേറെ ഒരാളെ നോക്കാം. സ്വന്തം മകളുടെ കല്യാണത്തിന് എന്ത് ഡ്രസ്സ് ധരിക്കണം എന്ന് തീരുമാനിക്കാൻ ഒരു വാപ്പാക്ക് ഗഡ്സ് നഷ്ടപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കല്യാണത്തിന് ഇപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന്റെ ചർച്ച ഇങ്ങനെ വന്ന്, ചെക്കന്റെ ഡ്രസ്സിന് 27,500 രൂപ. 27,500 രൂപ. അപ്പൊ ഞാനിങ്ങനെ എന്റെ കല്യാണം ആലോചിച്ച് നോക്കൂട്ടോ. നമ്മളിപ്പോ അതിന്റെ മേലെ കോട്ടൊക്കെ ഇട്ടിരുന്നു. ഞാൻ ആ കോട്ട് അന്ന് ധരിച്ച് അത് വാടക എടുത്ത് തിരിച്ചു കൊടുത്തതാ. ഈ കല്യാണത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതൽ, 40,000, 50,000, 60,000. ഈ 40,000ന്റെ ചുരിദാർ ഇട്ട് ഇവള് സൽക്കാരത്തിന് പോവൂല. സൽക്കാരത്തിന് പോയ അവിടുന്ന് വേറെ ഡ്രസ് ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു, പിന്നെന്തിനാണ് ഇത്ര പണം? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആലോചനകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കല്യാണം ഇസ്ലാമികമായി മാറണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോ കല്യാണം നേരത്തെ ഉറപ്പിക്കുന്നു, കല്യാണം ഉറപ്പിച്ചാൽ പിന്നെ ഫോൺ കോളാ അല്ലേ? എന്ത് ന്യായം പറഞ്ഞാലും ആ ഫോൺ കോൾ ഇസ്ലാമികമല്ല. നിക്കാഹിന് മുമ്പ് അന്യ പെണ്ണാണ്, അന്യ പുരുഷനാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഇപ്പൊ ഇങ്ങനെ പറയണെന്ന് തോന്നും. ഇസ്ലാമിന് അത് പറഞ്ഞേ പറ്റൂ. ഏതായിരുന്നാലും അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതിരുകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത ബന്ധം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്ര പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ മനസ്സിലാക്കുക, ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ഒരു പാസ്വേഡ് വേണ്ട. എന്റെ മൊബൈൽ ഫോൺ എന്റെ ഭാര്യക്ക് ഏത് സമയത്ത് തുറന്നു നോക്കാനും പറ്റണം. അവളുടെ ഫോൺ എനിക്കും. കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പ് പാടില്ല. അതാണ് കല്യാണം. മുസാഹറ അങ്ങനെ പറഞ്ഞത്. എന്താ മുസാഹറ എന്ന് പറഞ്ഞാൽ? വ്യത്യസ്ത ലോഹങ്ങൾ ഉരുക്കി ചേർത്ത് ഒന്നാക്കി മാറ്റുക. പല കളറിലുള്ള ചൂയിങ്കം വായിലിട്ട് ചവച്ചരച്ച് ഒരല്പസമയം കഴിഞ്ഞ് ആ ചൂയിങ്കം പുറത്തെടുത്താൽ അതൊരു നിറമായി മാറും. അതാണ് മുസാഹറ. 2 പേർ ചേർന്ന് ഒന്നാകണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ അബ്ദുൽ മജീദ് ക്ലാസ്സിലിരിക്കുമ്പോ മാഷ് ചോദിക്കുക, ഒന്നും കൂട്ടിച്ചേർത്താൽ എത്ര? ക്ലാസ് ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു 2. അബ്ദുൽ മജീദ് പറഞ്ഞു, അല്ല സാറേ, അത് ഉമ്മിണി വലിയ 1. 2 പേർ ചേർന്ന് ഒന്നാവണം. പിന്നെ എന്റെ വാപ്പ അന്റെ വാപ്പ ഇല്ല, നമ്മളെ വാപ്പ. എന്റെ ഉമ്മ നിന്റെ ഉമ്മ ഇല്ല, നമ്മുടെ ഉമ്മ. എന്റെ കിനാവ് നിന്റെ സ്വപ്നം ഇല്ല, നമ്മുടെ സ്വപ്നം. അവിടെ അമ്മായിമ്മമാരില്ല, അവരുമ്മയാവണം. അവിടെ അമ്മോഷൻ ഇല്ല, അവർ വാപ്പയാകണം. അവിടെ നാത്തൂനില്ല, അവർ ഇത്താത്തയാവണം. ഇത് 3 നടക്കാത്തതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. നിങ്ങൾ ആലോചിക്കണം, മരിക്കണത് വരെ മൂപ്പരെ വാപ്പാന്നല്ലേ പെണ്ണ് പറയുള്ളൂ. മരിക്കുന്നത് വരെ അന്റെ അമ്മാന്നല്ലേ ചെക്കൻ പറയുള്ളൂ. അതാ നമ്മളെ പ്രശ്നം. നമ്മുടെ ഉമ്മയായി മാറുന്നില്ല. ഇസ്ലാം വളരെ സുന്ദര. ഒരു പെണ്ണിന് ഈ ലോകത്ത് ഏറ്റവും കടപ്പാടുള്ളത് അവളുടെ ഭർത്താവിനോടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാ. അപ്പോ
യുക്തിവാദികളായ പെണ്ണുങ്ങള് അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാവും. ഒരു പെണ്ണിന് അവളമ്മാനേക്കാളും അവളെ വാപ്പാനേക്കാളും ബാധ്യത ആരോടാ? സ്വന്തം ഭർത്താവിനോടാണ് എന്ന് പറയുമ്പോ സ്വന്തം ഉമ്മയോടുള്ള ബന്ധം കുറക്കല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ബാധ്യത ഓളോടല്ല, ഭാര്യയോടല്ല. ഭർത്താവിന് ഏറ്റവും കൂടുതൽ ബാധ്യത ഉമ്മയോടും ഉപ്പയോടും. ആരെ? ഓന്റെ ഉമ്മാനോടും ഉപ്പാനോടും ഓളമ്മാനോടും ഉപ്പാനോടും. അതാണ് ഇസ്ലാം. നമ്മളമ്മാനോടും ഉപ്പാനോടും മാത്രമായി ചുരുക്കി. അപ്പൊ ആ ഒരു ഇത്രയും കാലം ഞാൻ ഒരു ഉപ്പയെ നോക്കി ഉപ്പയെന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇനി രണ്ടുപ്പയെ നോക്കി ഉപ്പയെന്ന് വിളിക്കണം. ഇത് സ്വന്തം വാപ്പയായി മാറുക എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ, നമ്മളെ ഭാഷയെ പറഞ്ഞ മരുമകൻ ആണല്ലോ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന റൂമിൽ വാതിലിൽ ചെന്ന് സുബ്ഹി നമസ്കാരത്തിൽ, സുബ്ഹി ബാങ്കിന് മുമ്പ് റസൂലുള്ള മുട്ടി. അപ്പോ എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, അലാ തുസല്ലി അലി, അലി നമസ്കരിച്ചോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ വല്ലാത്ത ഉറക്കം. റസൂൽ എന്നല്ല, വാപ്പ എന്നാട്ടോ ഹദീസിലുള്ളത്. വാപ്പ വല്ലാത്ത ഉറക്കം. ഉടനെ തന്നെ റസൂലുള്ള പറയുന്നു, ഇങ്ങനെ ഉറങ്ങാതെ എഴുന്നേറ്റ് നമസ്കരിക്ക്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉറങ്ങിയതല്ല, അത് അല്ലാഹ് എന്നെ ഉറക്കിയതല്ലേ. കുതർക്കങ്ങൾ പറയാതെ എഴുന്നേറ്റ് നമസ്കരിക്ക് എന്ന് പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഏത് നമസ്കാരം? സുബ്ഹി അല്ലട്ടോ, സുബ്ഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കരിക്കാനാ. ഇനി ഞാൻ പറയണത്, ഇത് നമ്മളെ കുടുംബത്തില് മരുമകൻ കിടന്നുറങ്ങുന്ന വാതിലില് മുട്ടിയിട്ട് സുബ്ഹിക്ക് മുട്ടോ? നമ്മള് സുബ്ഹിക്ക് മുട്ടൂല. സുബ്ഹിക്ക് മുട്ടിയാ പിന്നെ അന്ന് എന്താ ഉണ്ടാവുക? നിങ്ങളെ മോള് ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് ഓൻ ഒരു പോക്ക് പോവും. എന്താ കാരണം? ഓൻ അമ്മോശനെ വാപ്പയായല്ല കണ്ടത്, വാപ്പ മോനെ മരുമകനെ മകനായിട്ടല്ല കണ്ടത്. അത് ധൈര്യമില്ല. കാരണം ഓനൊരു എന്താ പറയാ, മറ്റൊരു അതിർത്തിക്കപ്പുറത്ത് തന്നെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ അവിടെ അതിർവരമ്പുകളില്ലാത്ത ഒരു ബന്ധമായി മാറണം. ഞാൻ രണ്ട് സമകാല ലോകത്തെ രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാം. ഒന്ന്, കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ഒരു സജീവ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ പലയിടത്തും നമ്മുടെ പല പ്രഭാഷണങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്ന ആ കുടുംബം. ഫരീദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അവളുടെ കല്യാണം കഴിഞ്ഞു. 13 ദിവസം, ആലോചിക്കണേ, 13 ദിവസം അവരൊരുമിച്ച് ജീവിച്ചു. കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂരാണ് അവരെ വീട്. ആ 13 ദിവസക്കാലത്ത് കുറച്ചു ദിവസമൊക്കെ അസുഖവും പിന്നെ മാസമുറയും ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു ബന്ധമില്ല. ഭർത്താവ് പിന്നീട് ഗൾഫിൽ പോയി. പെയിന്റിംഗ് ജോലിക്കിടയിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് കഴുത്തിന് താഴെ തളർന്ന് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച ഭർത്താവ് നാട്ടിൽ വന്നു. 1-2 കൊല്ലം തുടർച്ചയായ ചികിത്സ നടത്തിയിട്ട് ഒരു മാറ്റമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. വായിലിട്ട് കൊടുക്കുന്ന ഭക്ഷണം ചവക്കാൻ മാത്രം വിധിക്കപ്പെട്ട തന്റെ ഭർത്താവ് ഒന്നെഴുന്നേൽക്കാൻ കഴിയാത്ത, ഒരു ചുടുചുംബനം നൽകാൻ കഴിയാത്ത, കല്യാണത്തിന് കൈപിടിച്ചു മുന്നോട്ടു പോകാൻ കഴിയാത്ത, ഒന്ന് ആലിംഗനം ചെയ്യാൻ പോലും സാധിക്കാതെ ജീവച്ഛവമായി കിടക്കുന്ന തന്റെ ഭർത്താവ്. ഭർത്താവിന്റെ വീട്ടുകാര് പറഞ്ഞു ഡൈവേഴ്സ് ചെയ്യാമെന്ന്. ഭർത്താവിന്റെ വീട്ടുകാര്, വേറെ ആരുമല്ല, ഭർത്താവിന്റെ വീട്ടുകാരാണ്. ഇവനെ കൊണ്ട് ഒന്നും നടക്കൂല. അതുകൊണ്ട് പെണ്ണെ, നീ ഡൈവേഴ്സിനെ കുറിച്ച് ആലോചിക്കണം. 25 കൊല്ലം അങ്ങനെങ്ങാൻ കഴിയാതെ മുകളിൽ നിന്നൊരു കയറ് തൂക്കിയിട്ട് ആ കയറിൽ ഖുർആൻ ഇങ്ങനെ വെച്ചുകൊടുത്ത് കണ്ണുകൊണ്ട് ഓതാൻ മാത്രം വിധിക്കപ്പെട്ട തന്റെ ഭർത്താവിന്റെ കൂടെ 25 കൊല്ലം ഫരീദ ജീവിച്ചു.
ആ ജീവിതത്തിന്റെ പേരാണ് മബദ്ദത്ത്, സ്നേഹമെന്ന് പറയുന്നത്. ഫരീദ പറഞ്ഞ ഒറ്റ കാര്യം എന്താ? ഇത് അള്ള ഏൽപ്പിച്ച കരാറാ. ഇവിടെ പ്രശ്നം, നമ്മള് 3 ത്വലാഖ് ഒറ്റയടിക്ക് ചൊല്ലിയാൽ തീരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഏൽപ്പിച്ച കരാറിൽ ഭർത്താവിന്റെ കുടുംബം പോലും ഡൈവേഴ്സിനെ കുറിച്ച് പറയുമ്പോഴും സാധ്യമല്ലെന്ന് പറയാൻ കാരണം അള്ളാഹുവിനെ ഓർത്ത് ഏറ്റെടുത്ത കരാർ എന്ന ചിന്തയുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ് അന്ന് ആദ്യ ദിവസം രാത്രിയിൽ, ആലോചിക്കണേ, കല്യാണത്തിന്റെ അന്ന് രാത്രിയിൽ സഹോദരൻ റൂമിൽ പ്രവേശിക്കുമ്പോ പിന്നാലെ ആ പെൺകുട്ടി കടന്നു വരുന്നു. റൂം ലോക്ക് ചെയ്ത് തിരിയുമ്പോഴേക്ക് ഈ പെണ്ണ് ഇളക്കം വന്ന് അപസ്മാരം വന്ന് വീഴുന്നു. ആദ്യ ദിവസം രാത്രി തന്നെ അപസ്മാരം വന്ന് വീഴുന്ന ഒരു പെൺകുട്ടി. ആ സഹോദരൻ പറഞ്ഞെന്താ അറിയോ? ഞാൻ ആ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് കറക്കി ഇടക്കിടക്ക് ഇങ്ങനെ ചുമച്ചുന്നാ റൂമിന്റെ പുറത്തൊരാൾ കേൾക്കാൻ പാടില്ല. ആദ്യ രാത്രിയിൽ സംഭവിക്കാം. അതിനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവരുടെ ഇളക്കൊക്കെ തീർന്നു. ആ സമയത്ത് ഇവളിങ്ങനെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാൽക്കലങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് മാപ്പാക്കണം, നിങ്ങൾ എന്നോട് മാപ്പാക്കണം. ഞാൻ എന്റെ ഉമ്മയോട്, ഞാൻ എന്റെ ഉപ്പയോട്, ബ്രോക്കറോട് കരഞ്ഞു പറഞ്ഞു ഈ കല്യാണത്തിന് മുമ്പ് അദ്ദേഹത്തോട് ഈ അസുഖത്തെ കുറിച്ച് പറയണമെന്ന്, അപസ്മാരം ഉണ്ടെന്ന് പറയണമെന്ന്. പക്ഷെ അവര് പറഞ്ഞത് പറഞ്ഞാൽ കല്യാണം നടക്കൂല. അതുകൊണ്ട് മറച്ചു വെച്ചതാണ്, നിങ്ങൾ എന്നോട് മാപ്പാക്കണം. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ കുറച്ചു സമയം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആ പെൺകുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചു പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. 2 കാരണങ്ങളാണ്. ഒന്ന് ഖുർആനിലെ ഒരായത്ത്, ഒന്ന് റസൂലുള്ളാഹിയുടെ ഒരു സംഭവം. നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് കല്യാണത്തിന് അന്ന് ആദ്യ രാത്രിയിൽ സംഭവിച്ചൊരു സംഭവമാണ്. ആ സമയത്ത് മനസ്സിലേക്ക് കടന്നു വന്ന ആയത്തു വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, പരലോകം അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. ഇത് ദുനിയാവാ. ദുനിയാവിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും, അത് സഹിക്കേണ്ടതില്ലാത്ത ഒരു പരലോകം, അത് ബാക്കിയാണ് എന്ന്. രണ്ടാമത്തെ സംഭവം എന്താണെന്നറിയോ? ഒരിക്കലൊരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് റസൂലുള്ളാഹിനോട് പറയുന്നു, റസൂൽ, എനിക്ക് അപസ്മാര രോഗമുണ്ട്. ഈ അപസ്മാര രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, പ്രാർത്ഥിക്കാം, പക്ഷേ ഈ രോഗത്തിന്റെ പേരിൽ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്. ഈ അപസ്മാര രോഗത്തിന്റെ പേരിൽ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്. അപ്പൊ പെണ്ണ് പറഞ്ഞു, റസൂലേ, ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ പലപ്പോഴും ഞാൻ വീഴുമ്പോ, ആളുകളുടെ മുന്നിൽ വെച്ച് ഇളകി വീഴുമ്പോ എന്റെ വസ്ത്രം വിവരണമാവും. അങ്ങനെ ഞാൻ ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെടും. ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ള പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പെൺകുട്ടി അപമാനിക്കപ്പെടാൻ പാടില്ല എന്ന്. എന്നിട്ട് ആ ഭർത്താവ് പറയാ, നിനക്ക് സ്വർഗമുണ്ട് എന്നുറപ്പുള്ള ഒരു രോഗം നിനക്കുണ്ടെങ്കിൽ ആ രോഗത്തിന് ഞാൻ തടസ്സം നിൽക്കൂല. കാരണം എന്താ? അപസ്മാരം ഉണ്ടെങ്കിൽ സ്വർഗം തരാന്ന് അള്ള പറഞ്ഞതാ, അള്ളാന്റെ റസൂല് പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, ആ രോഗവുമായിട്ടാണ് നീ കടന്നു വരുന്നതെങ്കിൽ ഞാൻ ആ രോഗത്തിന് തടസ്സം നിൽക്കുന്ന പ്രശ്നമില്ല എന്ന് ഒരു പെണ്ണ് പറയുന്നു. ഒരു പെണ്ണിനോട് തന്റെ ഭർത്താവ് പറയുന്നു. അപ്പൊ എന്താണ്? അങ്ങനെ അവർ ഒന്നായി മാറുന്ന സമയത്താണ് സന്തോഷകരമായ അനുഭൂതിയുള്ള കുടുംബമായി മാറുന്നത്. ഇനിയോ, കുടുംബജീവിതത്തിൽ ഒന്നാമത് വേണ്ടത് ക്ഷമയാണ്. അസ്സുബ്റു ഇൻദ സ്വദമത്തിൽ ഊല എന്ന് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ മദ്രസയിൽ പരീക്ഷ എഴുതി 100 മാർക്ക് വാങ്ങിയവരാ നമ്മള്. മാർക്കിൽ പോരാ, ജീവിതത്തിൽ വേണം ക്ഷമ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചു, റസൂൽ, എനിക്ക് സ്വർഗത്ത് പോകണം, എന്താ ചെയ്യേണ്ടത്? റസൂലുള്ള പറഞ്ഞു, ലാ തഗ്ളബ്, ദേഷ്യപ്പെടാൻ പാടില്ല. രണ്ടാമതും ചോദിച്ചു, ശരി ഞാൻ ദേഷ്യപ്പെടൂല, രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത്. മൂന്നാമതോ ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത്. റസൂലുള്ള സ്വർഗത്തിൽ പോകാനുള്ള കാരണമായി 3 തവണ പറയുന്നു ലാ തഗ്ളബ്, ദേഷ്യപ്പെടാൻ പാടില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? എഴുന്നേറ്റ് നിൽക്കുമ്പോ ദേഷ്യം വന്നാൽ ഇരിക്കണം, ഇരിക്കുമ്പോ ദേഷ്യം വന്നാൽ കിടക്കണം, ഇനിയോ ദേഷ്യം വന്നാൽ നിങ്ങൾ പോയി വുളു എടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇരിക്കുന്ന നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ചാടി എഴുന്നേൽക്കും. നേരെ ഓപ്പോസിറ്റാ. ദേഷ്യം വരുന്ന സമയത്ത് വുളു എടുത്താ പിന്നെ ആ ദേഷ്യം ഉണ്ടാവോ? ഇല്ലല്ലോ. ഈ അടുത്ത് നിങ്ങളൊക്കെ ചിലപ്പോ വായിച്ചിട്ടുണ്ടാവും, ഒരു സംഭവം വായിച്ചോ? ഒരു ഭർത്താവ് ഒരു കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് 35,000 രൂപക്ക് അദ്ദേഹത്തിന് ഉപഹാരമായി ലഭിച്ച വാഷ് ബേസിന്റെ അടുത്ത് കൾ പിന്നിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ഇന്നൊരു പുതിയ ക്ലയന്റുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിന് പോകുമ്പോ എടുക്കാനുള്ള ഫയല് എടുക്കാൻ മറന്നു. പിന്നെന്താ വഴി? മൊബൈൽ എടുത്ത് ഭാര്യനെ വിളിച്ചു, എടി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ ആ ഫയൽ എടുക്കാൻ മറന്നു, ഫയൽ ഇല്ലാതെ മീറ്റിംഗിന് ഇരിക്കാൻ പറ്റൂല, ആ ഫയല് നീ ഇങ്ങോട്ട് എത്തിക്കോ. അവള് പറഞ്ഞു, അവള് സ്കൂൾ ടീച്ചറാണ്, ഞാൻ സ്കൂളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, സ്കൂൾ നേരെ ഓപ്പോസിറ്റ് റൂട്ടിലാ. എങ്ങനെ വന്നാലും വീട്ടിൽ വന്ന് ആ ഫയൽ എടുത്ത് അദ്ദേഹത്തിന് കമ്പനിയിൽ എത്താൻ കഴിയില്ല. ഈ സഹോദരിക്കാണെങ്കിൽ അതിവിടെ വന്ന് എടുത്തു കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയമില്ല. അദ്ദേഹം ഫോൺ വെച്ചു, നേരെ വീട്ടിലേക്ക് വിടുകയാണ് എങ്ങനെയെങ്കിലും. കാരണം ഒരു വലിയ ഒരു ഡീൽ, കമ്പനികൾ തമ്മിലുള്ള ഒരു ഡീലിന്റെ മീറ്റിംഗാ. വീട്ടിലേക്ക് അദ്ദേഹം അതിശക്തമായ സ്പീഡിൽ പോയി വീട്ടിലെത്തുന്നു. അപ്പോഴേക്ക് കമ്പനിയിൽ നിന്ന് കോള് വരുന്നു, ഇനി നിങ്ങൾ കമ്പനിയിലേക്ക് വരേണ്ടതില്ല, സമയത്ത് ഇവിടെ എത്താത്തതിന്റെ പേരിൽ ആ ക്ലയന്റ് തെറ്റിപ്പോകുന്നു. വല്ലാത്ത സങ്കടത്തോടുകൂടി അദ്ദേഹം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഹോസ്പിറ്റലിൽ നിന്നൊരു ഫോൺ കോള്, നിങ്ങളുടെ ഭാര്യ വെന്റിലേറ്ററിലാണ്. ആ ഫയൽ എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിന് എത്തിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് സ്കൂട്ടറിൽ വരുമ്പോ അപകടത്തിൽപ്പെട്ടവൾ വെന്റിലേറ്ററിലാ. നിങ്ങൾ ആലോചിച്ചു, ഇതെന്താ സംഭവം? ആ സഹോദരൻ ആദ്യം ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, ആ വാഷ് ബേസിന്റെ അടുത്ത് വെച്ച ആ വാച്ച് വെള്ളം നനയണ്ട എന്ന് വിചാരിച്ചിട്ട് എന്റെ ഭാര്യ ഡൈനിങ് ടേബിളിൽ വെച്ചതാണ്. അത് ചിന്തിക്കാത്തതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചു? ജോലി പോയി, ഭാര്യക്ക്. ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷം മതി. നമ്മൾ സാധാരണ ഒരു കഥ പറയാറുണ്ടല്ലോ, ഒരു കൊച്ചുകുട്ടി ഒരു കല്ലെടുത്ത് വാപ്പയുടെ പുതിയ ഫോർച്യൂണർ കാറിൽ ഇങ്ങനെ എന്തോ എഴുതി. ആ എഴുത്ത് കണ്ടപ്പോ വാപ്പ ദേഷ്യം കൊണ്ട് വീട് പണിക്ക് കൊണ്ടുവന്ന കമ്പി കൊണ്ട് മകനെ അടിച്ചു, വിരല് പൊട്ടി, വിരല് മുറിച്ചു കളയേണ്ടി വന്നു. ആ ഓപ്പറേഷന് വേണ്ടി മകനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി വാപ്പ മെല്ലെ ഇങ്ങനെ വന്ന് ആ പുതിയ ഫോർച്യൂണറിന്റെ പിറകിൽ ഇങ്ങനെ നോക്കിയപ്പോ ആ മകൻ അവിടെ എഴുതി വെച്ചത് എന്താ അറിയോ? ഐ ലവ് യു മൈ പപ്പ. പാപ്പ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടാ, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് എന്നാണ് ആ കാറിൽ ആ മകൻ കല്ലുകൊണ്ട് കോറിയിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മോന്റെ വിരല് പോയി,
ഞാൻ പറയുന്നത് ഇതാണ്, ഇസ്ലാമിക ലോകത്ത് റസൂലുള്ള പറഞ്ഞു ക്ഷമ വേണ്ടത് ആദ്യത്തിലാണ്. അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയണം. ഇനി നമ്മള് റസൂലുള്ളാന്റെ ജീവിതം, നമ്മുടെ മാതൃക റസൂലുള്ളയല്ലോ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായിട്ട് പ്രണയസല്ലാപം, അങ്ങനെ പറയാം, നമുക്ക് സ്നേഹസല്ലാപം നടത്തുക. ആ സമയത്ത് മറ്റൊരു ഭാര്യ അവരുടെ വീട്ടിൽ നിന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണവുമായി കടന്നു വരുന്നു. സ്വാഭാവികമാണല്ലോ, ആയിഷ ബീവിക്ക് ഒരാള് കണ്ണിൽ കരടായി എന്ന് തോന്നുമല്ലോ. ആ സമയത്തുണ്ടായ പ്രതികരണത്തിന്റെ പേരിൽ ആ പാത്രം പൊട്ടിപ്പോയി താഴെ വീണ് പൊട്ടിപ്പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ മുട്ടുകുത്തി പൊട്ടിപ്പോയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലാക്കി ദൂരെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് പിന്നെ റസൂലുള്ള എന്താ ചെയ്തത്? ആയിഷ ബീവിയുടെ കൈ ഇങ്ങനെ തൊട്ടു നോക്കിയിട്ട് ചോദിച്ചു, ആയിഷ, നിനക്ക് വല്ലതും പറ്റിയോ? ഇതാണൊരു വിശ്വാസിയുടെ നിലപാട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയി. ഏതാണ് ആയിഷ ബീവിന്റെ വീട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അമ്മോശനാ. ആ വീട്ടിൽ വെച്ച് ഇവർ സംസാരിക്കുന്നതിനിടക്ക് ആയിഷ ബീവി ദേഷ്യത്തിൽ എന്തോ ഒരു കാര്യത്തിൽ ശബ്ദമുയർത്തി സംസാരിച്ചു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ വാപ്പ അടിക്കാൻ വേണ്ടി കൈ വീശി ഇങ്ങനെ ഓടി വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ മെല്ലെ പിറകെ കങ്ങ് മാറ്റി. റസൂലുള്ളയുടെ പിറകിൽ നിന്ന് തലയിട്ട് വാപ്പയെ നോക്കി ചിരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാപ്പയുള്ള കാലത്ത്, വാപ്പ റസൂലുള്ള ഉള്ള കാലത്ത് നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല. റസൂലുള്ള ഉള്ള കാലത്ത് നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല. ഇതൊരു പെണ്ണിന് ഒരു ഭർത്താവ് കൊടുക്കേണ്ട പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ഒരുപാട് ചരിത്രം. റസൂലുള്ളയും ആയിഷ ബീവിയും തമ്മിൽ സംസാരിക്കുന്നതിനിടക്ക് ആയിഷ ബീവി റസൂലുള്ളയോട് പറയാം, അൻതല്ലദീ തസുമു അന്നക നബിയ്യുൻ, നിങ്ങളാണോ ഈ നാട്ടുകാർ പറയുന്ന വലിയ പ്രവാചകൻ? നമ്മൾ പറയും, നമ്മളെ ഭാര്യമാരെന്താ പറയാ, നിങ്ങളാണോ പള്ളി കമ്മിറ്റിന്റെ വലിയ ആള്, നിങ്ങളാണ് KNM-ന്റെ വലിയ ആള്, IS അങ്ങനെ ചോദിക്കൂലേ? എന്ന മാതിരി റസൂലുള്ളയോട് ആയിഷ ബീവി ചോദിക്കുക, നിങ്ങളാണോ ഈ നാട്ടുകാർ പറയുന്ന പ്രവാചകൻ എന്ന രൂപത്തിൽ ചോദിച്ചപ്പോ നമ്മളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച പിന്നോട് ചോദിക്കൂലല്ലോ. ആ ചോദ്യം ചോദിച്ച ഉടനെ റസൂലുള്ള എന്ത് ചെയ്തു? ആയിഷയുടെ തലയിൽ ഇങ്ങനെ തലോടിയതാ. എന്നിട്ട് ആയിഷനോട് പറഞ്ഞു, ആയിഷ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, ആയിഷ, നിനക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഹമ്മദിന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കും. നിനക്ക് എന്നോട് ദേഷ്യാണെങ്കിലോ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇബ്രാഹിമിന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കും. രണ്ടും ഒന്നല്ലേ? അപ്പോഴാണ് ആയിഷ ബീവി പറയുന്നത്, റസൂലേ, ഞാൻ ഇന്നേ വരെ നിങ്ങളോട് പിണങ്ങിയിട്ടില്ല, നിങ്ങളുടെ പേരിനോട് മാത്രമേ പിണങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാതൃക ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ കല്യാണം ഒരു വല്ലാത്ത കല്യാണല്ലേ? ഏതാണ് ആ കല്യാണം? 25 വയസ്സ് പ്രായമുള്ള റസൂലുള്ള, ചുറുചുറുക്കുള്ള പ്രായത്തിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തന്നെക്കാൾ 15 വയസ്സ് പ്രായമുള്ള, മുഖമൊക്കെ ചുളിഞ്ഞ് പ്രയാസപ്പെടുന്ന രൂപത്തിൽ ശാരീരിക അവസ്ഥകൾ വരാലോ, അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുമ്പോ നമ്മൾ ആലോചിക്കണം. ആ കല്യാണത്തിന് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്കവിടെ വായിക്കാൻ കഴിയും. ഹിറാ ഗുഹയിൽ നിന്ന് നുബൂവത്തിന്റെ തുടക്കത്തിൽ റസൂലുള്ളാക്ക് ഈ പനിച്ചു വറച്ച് നെറ്റിത്തടത്തിലൂടെ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ചാലിട്ടൊടുക. ആ പനിച്ചു പറച്ച സമയത്ത് റസൂലുള്ള എവിടുക്കാ ഓടേണ്ടത്? ഏതെങ്കിലും ആശുപത്രിക്ക് പോണ്ടേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോണ്ടേ? റസൂലുള്ള ഓടിയത് ഖദീജ ബീവിയുടെ അടുക്കലേക്കാ. ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടിയ സമയത്ത്
റസൂലുള്ള പറഞ്ഞ വാക്കെന്താ അറിയോ? സമ്മിലൂനി യാ ഖദീജ. നമ്മൾ അതിന് എങ്ങനെ അർത്ഥം പറയാ? ഖദീജ, നീ എനിക്കൊന്ന് പുതപ്പിച്ചുതാ. യഥാർത്ഥത്തിൽ അറബിയിൽ എന്റെ അർത്ഥം അങ്ങനല്ല. ഖദീജ, നീ എനിക്കൊന്ന് പുതപ്പായി മാറുന്ന, വേറെ പുതപ്പിട്ടരാനല്ല, നീ എനിക്കൊന്ന് പുതപ്പായി മാറ്. ഖദീജ ബീവി റസൂലുള്ളയെ കെട്ടിപ്പിടിച്ച് നെറ്റിത്തടത്തിലെ വിയർപ്പ് കണങ്ങൾ ഒപ്പിയെടുത്ത് പറഞ്ഞൊരൊറ്റ വാക്ക്, അള്ളാഹു താങ്കളെ കുഴക്കൂല. റസൂലുള്ളാന്റെ പനി മാറി. ഇത് പറയുമ്പോ നമ്മളിപ്പോ ഒരു ആദർശ പ്രബോധന പ്രവർത്തനത്തിന് പോയി, എന്തോ ഒരു വാദപ്രതിവാദം എന്തോ ഒന്ന് നടക്കണതിന്റെ ഇടയിൽ ഒരു കല്ലേറുണ്ടായി, നെറ്റി കേറ് കിട്ടി, രക്തൊലിച്ചിങ്ങനെ വീട്ടിക്ക് വന്നാൽ നമ്മുടെ ഭാര്യമാർ നമ്മളോട് എന്താ പറയാ? അപ്പോഴേ മനുഷ്യങ്ങളോട് പോണ്ടാന്ന് പറഞ്ഞ വേണ്ടാത്ത പണിക്ക് നിന്നിട്ടല്ലേ? റസൂലുള്ളയോട് പ്രിയപ്പെട്ട ഖദീജ ബീവി പറഞ്ഞത്, അള്ളാഹു താങ്കളെ കൊടുക്കൂല, നിങ്ങളെ പനിയൊക്കെ മാറും, നിങ്ങളെ കൂടെ അള്ളണ്ടല്ലോ. ഒന്ന്. ഇനി ഖദീജ ബീവിയുടെ ജീവിതത്തിലെ രണ്ടാമത്തത് എന്താ? പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾ അറിയണം, റസൂലുള്ള എത്ര കല്യാണം കഴിച്ചു? നമുക്കൊക്കെ അറിയാലോ. റസൂലുള്ള 11 കല്യാണം കഴിച്ചു, അല്ലേ? അതാണ് ഫെമിനിസ്റ്റുകൾ പറയാം, എന്ത് സ്ത്രീലമ്പടനാണ് എന്നൊക്കെ റസൂലുള്ളയെ കുറിച്ച് പറയുമ്പോ ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയുന്നത്, ഖദീജ ബീവി ഉള്ള കാലത്ത് റസൂലുള്ളക്ക് മറ്റൊരു ഭാര്യയില്ല. ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ഒരു പണ്ഡിതനോട്, അദ്ദേഹത്തിന്റെ പേര് പറയണില്ല, നമ്മുടെ ഒരു പണ്ഡിതനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ രണ്ടാമത് കെട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്റെ ഖദീജ മരിച്ചിട്ടില്ല എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഖദീജ ബീവി ഉള്ള കാലത്ത് റസൂലുള്ളക്ക് രണ്ടാമതൊരു ഭാര്യ ഇല്ല. അതിനെ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് അങ്ങനല്ല. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ള മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് പ്രിയപ്പെട്ട സ്ത്രീകൾ, നിങ്ങൾ ചെയ്യേണ്ടത് എന്തറിയോ? നിങ്ങളെ ഭർത്താക്കന്മാരോട് ചോദിക്കുക, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാൻ പൂതി ഉണ്ടോ? നിങ്ങളോട് ചിലപ്പോ ഇല്ലാന്ന് പറഞ്ഞാലും പുറത്തു പോയി പൂതി ഉണ്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞെന്താ അറിയോ? അതായിരിക്കണം ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഈ നമ്മുടെ ഭാര്യ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു ഭാര്യയെ കുറിച്ച് നമ്മുടെ ഭർത്താവ് ചിന്തിച്ചു പോകരുത്. അങ്ങനെ ആവണം. ഇനി ഖദീജ ബീവിയുടെ മൂന്നാമത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖദീജ ബീവി മരിച്ച ദിവസത്തിനല്ല, മാസത്തിനല്ല, വർഷത്തിന് റസൂലുള്ള കൊടുത്ത പേര് ദുഃഖത്തിന്റെ വർഷം. ഒരു കൊല്ലം റസൂലുള്ളക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. 4 മദീനയിൽ നിന്ന് മക്കം ഫത്ഹിന്റെ സമയത്ത് റസൂലുള്ള മക്കയിൽ വന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് പ്രവേശിച്ച് 2 റക്അത്ത് ളുഹാ നമസ്കരിച്ച് റസൂലുള്ള പുറത്തിറങ്ങി. പിന്നെ റസൂലുള്ള എവിടേക്കാ പോയത്? ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുത്തേക്ക്. മണിക്കൂറുകൾ ആ ഖബറിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് പറയുമ്പോ വേറൊരു വിഷയം എന്താ അറിയോ? ആ കഅബാലയത്തിൽ നിന്ന് ളുഹാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ കഅബാലയത്തിന്റെ പരിസരത്ത് വിഗ്രഹങ്ങളുണ്ട്, പ്രതിമകളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്. അതൊക്കെ എടുത്തു മാറ്റാൻ പറയുന്ന മുമ്പ് റസൂലുള്ള പ്രിയപ്പെട്ട ഖദീജ ബീവിന്റെ ഖബറിന്റെ അടുത്ത് പോയി. എന്താണത്? അത് അവര് തമ്മിലുള്ള ബന്ധ. 5 ഖദീജ ബീവി മരിക്കുന്നത് വരെ റസൂലുള്ളാന്റെ ഒരു വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നതിലധികം ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ റസൂലുള്ള എന്ത് ചെയ്യും? അത് ഖദീജ ബീവിയുടെ കുടുംബക്കാർക്ക് കൊടുക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ ബന്ധം. നമ്മൾ നാട്ടിലെ ഖദീജ ബീവിനെ മനസ്സിലാക്കിയത് മാണിക്യ മലരായ ബീവി എന്ന പാട്ട് കേൾക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്ന ചലച്ചിത്രത്തിലെ നായികയാണ് ഖദീജ ബീവി. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളെ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. നമ്മളിപ്പോ തൊലാക്ക് ഒരു പ്രശ്നമേ അല്ലാത്ത, ഇന്നലെ നിക്കാഹ് കഴിഞ്ഞെന്ന് കേൾക്കുന്നു, നാളെ തൊലാക്കലിയുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ അതിനേക്കാളെല്ലാം അപ്പുറത്ത് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കേട്ടത് 27 കൊല്ലം ഒരുമിച്ച് ജീവിച്ച് 6 മക്കളുള്ള ഒരാൾ തൊലാക്ക് ചൊല്ലിയതാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രൂപത്തിലേക്ക് ലോകം മാറുന്നു. അവിടെ പറയാനുള്ളത് എന്താണ് ഇസ്ലാമിലെ ത്വലാഖ്? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ 2 പേർ, അടിവരട്ട് മനസ്സിലാക്കണേ, 2 പേർ ഇസ്ലാമികമായി ഒരുമിച്ച് പോകില്ല എന്നുറപ്പാണെങ്കിൽ സ്നേഹത്തിൽ പിരിയലാണ് ഇസ്ലാമിലെ ത്വലാഖ്. 2 പേർ ഇസ്ലാമികമായി ഒരുമിച്ച് പോകില്ല എന്ന് ബോധ്യപ്പെട്ടാൽ സ്നേഹത്തിൽ പിരിയലാണ് ഇസ്ലാമിലെ ത്വലാഖ്. ഇനിയോ ത്വലാഖ് ചെയ്യപ്പെട്ട പെണ്ണ് ഇരിക്കണ്ടേ? ഭർത്താവ് മരിച്ച നമ്മളെ നാട്ടിൽ പെണ്ണ് ഇരിക്കാറുണ്ട്. ത്വലാഖ് ചെയ്യപ്പെട്ട പെണ്ണ് ഇരിക്കണം. എവിടെ? ഭർത്താവിന്റെ വീട്ടിൽ. ത്വലാഖ് ചെയ്യപ്പെട്ട പെണ്ണ് ഇരിക്കേണ്ടത് ഇസ്ലാമിൽ ഭർത്താവിന്റെ വീട്ടിലാ. എനിക്ക് 38 വയസ്സായി. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ ത്വലാഖ് ചെയ്യപ്പെട്ടിട്ട് ഇരുന്ന ഒരു പെണ്ണിനെ എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? എന്തിനാണ് അങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞെന്നറിയോ? തലയണന്റെ താഴെ മീൻ വെച്ചിട്ട് പൂച്ച പട്ടിണി കിടക്കൂല. അവിടെ മറ്റൊരു റൂമിൽ അവൾ ഒറ്റക്ക് ഇരിക്കുക. സ്വാഭാവികമായി അവളുടെ മനസ്സിനൊരു മാറ്റം വരും. അതാണ് ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സുന്ദരമായി ദീനീ വിഷയങ്ങളെ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നു. ഇനിയോ ആ ഇരിക്കുന്ന കാലത്ത് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ സ്വത്തിൽ ഈ ഭാര്യക്ക് അർഹതയുണ്ട്, അനന്തരാവകാശ സ്വത്തില്. ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മൾ ആ നിയമത്തിൽ നിന്നും മാറി. അതാ പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ബന്ധം പിതാക്കന്മാരുമായി മാതാക്കന്മാരുമായുള്ള ബന്ധമാണ്. 22,717 വൃദ്ധ സദനങ്ങളിൽ താമസിക്കുന്ന വൃദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ പരിഗണിക്കുന്നിടത്ത്, അവർക്ക് സാന്ത്വനം നൽകുന്നിടത്ത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? വാപ്പാനിമ്മാനൊക്കെ പിന്നെ പറഞ്ഞാൽ മതിയല്ലോ. പ്രായമുള്ള ആളുകളെ പോലും പരിഗണിക്കണം എന്ന് ദീനുൽ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരു മകൻ റസൂലുള്ളാഹിനോട് പരാതി പറയാ, റസൂലേ, എന്റെ ബാപ്പാക്കിന്റെ സ്വത്തിൽ വല്ലാത്തൊരു താല്പര്യം, എന്റെ പറമ്പ് നോക്കി ബാപ്പാ പറമ്പ് വേണമെന്നൊക്കെ പറയുന്ന. റസൂലുള്ളാഹി വാപ്പാരെ വിളിച്ചു, നിങ്ങൾ എന്തിനാ മകന്റെ സ്വത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്? ആ വാപ്പ പറഞ്ഞു, റസൂലെ, ചെറുപ്പത്തിൽ അവന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ പ്രായമായപ്പോ അവൻ എന്നെ പരിഗണിക്കുന്നില്ല. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അൻതവ മാലുകലി അബീക്ക്, എടാ അന്റെ സ്വത്തും അന്റെ പറമ്പും ഇയും അത് നിന്റെ വാപ്പാന്റെതാന്നാ. അന്റെ പറമ്പന്റെ വാപ്പാന്റെതാ. നിന്റെ ശരീരത്തിലൂടെ രക്തം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ രക്തം നിന്റെ വാപ്പയുടെ വിയർപ്പാണ്. അതുകൊണ്ട് ആ പറമ്പ് വാപ്പാ കൊടുത്തേക്കുന്ന. ഇതാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത്രയും ഗൗരവമുള്ളതാണ് പിതാക്കന്മാരുമായുള്ള ബന്ധം. നമ്മളിപ്പോ എന്താ പറയുക, ജീവിക്കുന്ന ഒരു ഡിസ്പോസിബിൾ ലോകത്താ. കല്യാണത്തിനൊക്കെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്, ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്, ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കുക. ഇതേപോലെയാണ് നമ്മളെ നാട്ടിൽ ഡിസ്പോസിബിൾ പിതാക്കന്മാരാ, ഡിസ്പോസിബിൾ മാതാക്കന്മാരാ, ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കുക. ഈ കോലത്തിൽ വരുമ്പോ നമ്മളും വളർന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കുക. അതോടൊപ്പം തിരിച്ച്, ഞാനിവിടെ കൂടുതൽ മക്കളില്ലാത്തത് കൊണ്ട് തിരിച്ച് പിതാക്കന്മാരിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മാതാക്കളിലേക്ക് കടന്നു വരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് നിങ്ങൾ ഒന്നാമത് നൽകേണ്ടത് സ്നേഹമാണ്. നമ്മുടെ മക്കൾക്ക് നിങ്ങൾ ഒന്നാമത് നൽകേണ്ടത് സ്നേഹമാണ്. കുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ ഏത് കോളേജ് കുട്ടികളോടും ചോദിച്ചോളൂ. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല. എന്താ കാരണം? അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു സന്തോഷമില്ല, ഒരു എന്താ പറയാ, ആ രൂപത്തിലുള്ള ആനന്ദങ്ങളില്ല. നിങ്ങൾക്കറിയാം, അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും തമ്മിൽ ഓട്ടമത്സരം നടക്കുന്നു. ആര്? റസൂലുള്ളാഹിയും ആയിഷ ബീവിയും ഓട്ടമത്സരം നടക്കുന്നു. ആയിഷ ബീവി ജയിക്കുന്നു, റസൂലുള്ളാഹി തോൽക്കുന്നു.
നമ്മൾ സാധാരണ ഗാനമേളക്കും പരിപാടിക്കാ പോവാറുള്ളത്. പ്രിയപ്പെട്ടവര്, വീട്ടിന്റെ ഉള്ളിലാണ് ഈ പരിപാടി വേണ്ടത്. വീട്ടിന്റെ കുടുംബത്തിനുള്ളിൽ. കുറെ കാലം കഴിഞ്ഞു ആയിഷ ബീവിയുടെ മുഖം തുടിച്ച് കുറച്ച് തടിയൊക്കെ വന്നപ്പോ റസൂൽ ആയിഷ ബീവിനോട് ചോദിച്ചു, ഒന്നുകൂടി ഓടിയാലോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരോട് കൈയടിക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഓടി. റസൂലുള്ള ജയിച്ചു, ആയിഷ ബീവി തോറ്റു. അപ്പൊ റസൂൽ ആയിഷ ബീവിനോട് പറഞ്ഞത് പണ്ടത്തിന് പകരം കിട്ടിയതാ, ഇത് കുടുംബത്തിനുള്ളിലാ. ഇന്നിപ്പോ വാപ്പാന്റെ നേരത്ത് വരും. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാണെന്നറിയോ? ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണ പോലെ. ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ മോൻ വരും, ഓൻ തിന്ന് റൂമുക്ക് പോവും. വാപ്പാന്റെ സമയത്ത് വാപ്പ വരും, വാപ്പ തിന്ന് പോവും. എല്ലാം കഴിഞ്ഞ് ഉമ്മാന്റെ കൂടെ ഉമ്മയും തിന്ന് പോവും. മങ്ങൾ ജമാഅത്തായി നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാകുമ്പോഴാണ് അവിടെ ബർക്കത്തുള്ളത്. കുടുംബത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടുന്നു. അപ്പൊ ഒന്നാമത്തെ സ്നേഹ, ഞാൻ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, 15 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ +2 മുകളിൽ പഠിക്കുന്ന മകളെ അല്ലെങ്കിൽ മകനെ ഉമ്മ വെച്ച ചുംബിച്ച എത്ര മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട്? +2 പ്രായത്തിന് മുകളിലുള്ള 17, 18, 20, 25 വയസ്സ് പ്രായമുള്ള മകളെയോ മകനെയോ ഉമ്മ വെക്കുന്ന ചുംബിക്കുന്ന എത്ര മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട്? വളരെ കുറവാ. നമ്മൾ എപ്പോഴാ ചുംബിച്ചത്? 2 വയസ്സ് പ്രായത്തിൽ, 1.5 വയസ്സ് പ്രായത്തിൽ മുട്ടുകുത്തി നടക്കുന്ന, വാവിട്ട് കരയുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, മോണ കാട്ടി ചിരിക്കുന്ന ആ പ്രായത്തിലാണ് കുട്ടികളെ നമ്മൾ ഉമ്മ വെച്ചത്. ഇത് ആർക്കും ഓർമ്മ ഉണ്ടാവുക? ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതൊരു വലിയ ഒരു കാര്യമല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കിട്ടിയപ്പോ ഫിറോവിന് ഉമ്മ വെച്ചു. അതിനേക്കാളും വലുതാ? ആ സ്നേഹം മക്കൾക്ക് ഓർമ്മയുണ്ടാവില്ല. അവർക്ക് ബോധമുള്ള കാലത്ത് അവർക്ക് സ്നേഹം നൽകാൻ തയ്യാറാവണം. ഒന്നാമത്തത്, മക്കൾക്ക് വേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹം, ആ വികാരങ്ങൾ, ആ വിചാരങ്ങൾ മക്കൾക്കില്ലാതെ പോയാൽ ആ വികാരം കിട്ടുന്നിടത്തേക്ക് അവര് പോവും. ആ വികാരം കിട്ടുന്നിടത്തേക്ക് അവര് പോവും. ഞാൻ അത്രേ പറയണുള്ളൂ, വേറൊന്നും അതിൽ സൂചിപ്പിക്കുന്നില്ല. 2, അവരുടെ മാതൃക നമ്മളാ. അവരുടെ മാതൃക നമ്മളാ. നമ്മൾ പള്ളിയിൽ പോയാ മക്കള് പള്ളിയിൽ പോവും. നമ്മൾ പള്ളിയിൽ പോയാ മക്കള് പള്ളിയിൽ പോവും. ഉമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴാ ദുഹർ നമസ്കരിക്കാറുള്ളത്? 3 മണിക്ക് അല്ലെ? അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് അലക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് 3 മണിക്കാണ്. 3 മണിക്ക് ദുഹർ നമസ്കരിച്ചാൽ സ്വീകരിക്കൂല എന്ന അഭിപ്രായം എനിക്കില്ല. അത് തെറ്റാണ് എന്ന് ഞാനൊട്ട് പറയുന്നുമില്ല. പക്ഷേ 3 മണിക്ക് ദുഹർ നമസ്കരിക്കുന്ന ഉമ്മയെ കാണുന്ന മകൻ ദുഹറിന് പള്ളിയിൽ പോകൂല. കാരണം എന്താ? ഓന് തോന്നില്ല ഇതിപ്പോ ഉമ്മാക്ക് വലിയ കാര്യമൊന്നുമില്ല, എനിക്കായിട്ടെന്താ ഈ ദീൻ? അവിടെ ഇന്ന സ്വലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. അപ്പൊ ളുഹറിന്റെ സമയത്ത് പോകാൻ തയ്യാറാവാൽ നമുക്കിപ്പോ നമ്മൾ നെജസാണെന്ന് നാളെ പറയോ? ഒന്ന് കൈയൊക്കെ കഴുകി ഉളു എടുത്ത് പോയി നമസ്കരിച്ച് വന്നാൽ അപ്പൊ നമുക്ക് മക്കളോട് പറയാം, മോനെ ഉമ്മ നിസ്കരിക്കാൻ പോവാ, അപ്പോഴേക്കും നീ പള്ളിയിൽ പോയി നിസ്കരിച്ചു വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചോറ് തിന്നാം. ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ പോണം. നീ ഞാൻ ഉമ്മമാരോട് വീണ്ടും ചോദിക്കാം, ഒരു 4 ദിവസത്തെ ടൂർ കഴിഞ്ഞ് നമ്മുടെ മക്കള് വരികയാണ്. രാത്രി 1 മണി 2 മണിക്കാണ് വന്നത്. വാതിൽ തുറന്നെടുത്തോ കടന്നുറങ്ങി. രാവിലെ സുബീക്ക് പള്ളിയിൽ പോകുമ്പോ ഉപ്പമാര് വാതിൽ മുട്ടിയ ഉമ്മമാരെന്താ പറയാവോ? വല്ലാത്ത ക്ഷീണാവോ, പാവല്ലേ, ഉറങ്ങിക്കോട്ടെ, 3-4 ദിവസമില്ലേ. അതേ ഉമ്മമാര് 9 മണിക്ക് വിളിക്കും, മോനെ ചായ കുടിക്കണ്ടേ? എന്റെ ചായ കുടിക്കുന്ന താല്പര്യം പോലും ദീനിന്റെ വിഷയത്തിൽ ഇല്ലാത്തത്. അവിടെയാണ് നമ്മൾ അവർക്ക് മുന്നിൽ ഒരു റോൾ മോഡലായി മാറണം. ഒരൊറ്റ ഉദാഹരണം പറയാം. റസൂലുള്ളാ സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഇങ്ങനെ ബാക്കിക്ക് നോക്കിയപ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹു വീട്ടിൽ കൂടുന്നു. 2-മത്തെ ദിവസം നോക്കി, അപ്പോഴും ഓടുന്നു. 3-മത്തെ ദിവസവും നോക്കിയപ്പോ അപ്പോഴും ഓടുകയാണ്. സലാം വീട്ടിയ ഉടനെ വീട്ടിൽ കൂടുക. റസൂലുള്ളാഹി വിളിച്ചു, അബൂ ദുജാന റളിയല്ലാഹു അൻഹു എവിടേക്കാ ഓടുന്നത്? റസൂല് വീട്ടിക്കാ. അപ്പൊ എന്താ? പ്രാർത്ഥന നിർവഹിച്ച് അതിന്റെ പ്രതിഫലം വാങ്ങിയിട്ട് പോയാ പോരെ? റസൂലെ പോകുമ്പോഴും എന്റെ മനസ്സിൽ പ്രാർത്ഥനയാണ്, പിന്നെ എന്തിനാ ഓടുന്നത്? അപ്പൊ പറഞ്ഞത്, 2 ദിവസം മുമ്പ് ഞാൻ എന്റെ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ, പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ച് വീട്ടിലെത്തിയപ്പോ എന്റെ 2 ആൺകുട്ടികളും ഉണർന്നിരുന്നു. ഇനി പറയുന്നത് നമ്മുടെ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കണം നമ്മൾ. ആ ഉണർന്ന 2 ചെറിയ കുട്ടികളാ. അവര് 2 പേരും മുറ്റത്തേക്കിറങ്ങി അയൽവാസിയുടെ പറമ്പിലെ
ഈത്തപ്പന മരത്തിൽ നിന്നും എന്റെ മുറ്റത്തേക്ക് വീണ ഈത്തപ്പഴം. അയൽവാസിയുടെ പറമ്പിലെ ഈത്തപ്പന മരത്തിൽ നിന്നും എന്റെ മുറ്റത്തേക്ക് വീണ ഈത്തപ്പഴം അവരുടെ അനുവാദം ചോദിക്കാതെ എന്റെ മക്കൾ എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല റസൂലേ. അതുകൊണ്ട് അവരുണരുന്നതിന് മുമ്പ് ഈ ഈത്തപ്പഴം അവരുടെ പറമ്പിലേക്ക് വലിച്ചെറിയാനാണ് ഞാൻ ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രം വായിച്ചപ്പോ ഞാൻ ഓർത്തത് എന്താ അറിയോ? സുബഹി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന നമ്മളെ വാപ്പാര് നാട്ടിലെ പറമ്പിലെ മാങ്ങ ഒക്കെ പൊറുക്കിയിട്ടാ പോരാ. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ വിഷയം, ഞാനൊരു ഫത്വ പറയുന്നില്ല. പക്ഷെ അതുപോലും പാപമാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മക്കൾ. നമ്മളിതൊക്കെ പഠിച്ചാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ മോൻ ഒരു ആപ്പിൾ കൂട്ടിയിട്ട് ആപ്പിളിന്റെ കൂട്ടത്തിൽ ഒരു ആപ്പിൾ എടുത്തു, അത് കഴിക്കുക. ചില റിവായത്തുകളിൽ എന്താ പറയാ ഈത്തപ്പഴാണെന്നും പറയുന്നു. കഹ്യാ ബുനിയ, തുപ്പം പറഞ്ഞു. മോൻ തുപ്പിയില്ല. വാപ്പ കവിളത്തങ്ങ് പിടിച്ചു, വിരലോണ്ട് എടുത്താണ് ഇട്ടുന്നാ. ആ സമയത്ത് വിരല് മുറിവ് പറ്റുമ്പോ മകൻ കരയാ. ഭാര്യ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഒരു ഈത്തപ്പഴം 1 കിലോ ഇങ്ങോട്ട് വാങ്ങി വെക്കാലോ. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയുന്നു, എന്റെ മോൻ ഈ സമയത്ത് കരയുന്നത് കാണുമ്പോ എന്റെ കൽബ് പടയാനിട്ടല്ല, പക്ഷെ ഇപ്പോഴവൻ കരയുന്നത് കാണുമ്പോ ഞാൻ സന്തോഷിക്കുക. കാരണം നാളെ പരലോകത്ത് അതിന്റെ മേലിൽ എന്റെ മോൻ കരയേണ്ടി വരൂല. അതാണ് മാതൃകകൾ. അങ്ങനെ മക്കൾക്ക് ദീനിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ. അവസാനിപ്പിക്കുമ്പോ ഒരൊറ്റ കാര്യം, തിരുവനന്തപുരത്ത് വലിയ കൊലപാതക പരമ്പര നടത്തിയ ഒരു പൊന്നുമോൻ അല്ലേ, ഉമ്മയെപ്പോലും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ FIR-ന്റെ റിപ്പോർട്ടുകൾ കടന്നു വന്നപ്പോ അതിന്റെ ഒന്നാമത്തെ കാരണം, പ്രിയപ്പെട്ടവരെ ആലോചിക്കണം, കഞ്ചാവല്ല. ഒന്നാമത്തെ കാരണം പെണ്ണല്ല. ഒന്നാമത്തെ കാരണം കള്ളല്ല. എന്താ ഒന്നാമത്തെ കാരണം പറഞ്ഞത്? ഒന്നാമത്തെ കാരണം EMI. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ വരുന്നൊരു ദുരന്ത എന്താ, ഫ്രിഡ്ജ് വാങ്ങണം, 500 റുപ്യക്ക് ഫ്രിഡ്ജ് വാങ്ങാം അല്ലേ, മാസം മാസം ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. അങ്ങനെ പലതും വാങ്ങി ഈ ചെറുപ്രായത്തിൽ ഒരു 18-19 വയസ്സുകാരന് ഒരു മാസം 1.5 ലക്ഷം റുപ്യക്ക് അടക്കാനാ. സമ്പത്തിനോട് അതിന്റെ ഗൗരവം എന്താണെന്നറിയാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ ഒരു കാലല്ലേ, പിന്നെ ഞങ്ങളൊന്നും അങ്ങനെ ഓർക്കുന്നില്ല, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. കഞ്ഞി കുടിച്ച്, ഇലക്കറികൾ കഴിച്ച്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ച്, കപ്പയൊക്കെ പുഴുങ്ങി തിന്ന ഒരു കാലം. ഇന്ന് കഞ്ഞി എന്ന് പറഞ്ഞൊരു തെറിയ. ഓനൊരു കഞ്ഞിയാറ്, ഓനൊന്നിനും പറ്റാത്ത ആളാ. നമ്മളെ ഭക്ഷണം തെറിയായി മാറുന്നു. ആ ഒരു കാലത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ തമാശക്ക് പറയാറുണ്ട്, പണ്ട് ഉസ്താദുമാര് വീട്ടിൽ ചെലവിന് വരുമ്പോ ഉസ്താദ് തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിലാണല്ലോ വീട്ടുകാര് തിന്നുക. ഇന്നിപ്പോ നമ്മളെ വീട്ടിലൊരു ഉസ്താദ് ചെലവിനുണ്ടെങ്കിൽ മൂപ്പര് വരുന്ന മുന്നേ നമ്മളെല്ലാരും തിന്നാലും മൂപ്പര് പോയാലും കുറച്ച് ബാക്കിയാ. ആ കാലത്താണ് തമാശക്ക് നമ്മളൊക്കെ ഇങ്ങനെ കേട്ട ഒരു കഥയാണ്. ഒരു ഉസ്താദ് ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരിക. അങ്ങനെ ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്താ പറയാ, ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ തിന്നാണ് ഉസ്താദ്. അപ്പൊ ഉമ്മ അടുക്കളയിലെ ആ വാതിലിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഡൈനിങ് ഹാൾക്ക് നോക്കുക, എന്തെങ്കിലും ബാക്കിയുണ്ടോ. അപ്പോൾ ഒരു അയിലക്കഷ്ണം ബാക്കിയുണ്ട്. ഉമ്മക്ക് ഒരു പ്രതീക്ഷ എന്താ, ആ അയിലക്കഷ്ണെങ്കിലും ഉണ്ടല്ലോ, അത് മക്കൾക്ക് കൊടുക്കാലോ ഇങ്ങനെ മനസ്സിൽ നിൽക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കി തിന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കി തിന്നാന്ന് പറഞ്ഞാൽ മക്കി മദീനൊക്കെ വൃത്തിയാക്കണതിന് തുല്യം പറഞ്ഞിട്ട് ആ അയിലക്കഷ്ണം പ്ലേറ്റ് കണ്ടിട്ടുന്നാ. അപ്പൊ ഉമ്മ അടുക്കളയിൽ നിന്ന് അറിയാതെ പറഞ്ഞത്രേ, എന്നാ ബൈത്തുൽ മുഖദ്ദസും കൂടെ നിങ്ങളാണ്ട് ക്ലീൻ ആക്കി കളിയുന്നു. കാരണം എന്താ, ഈ അയില കഷ്ണം കാത്തിരിക്കുന്ന ഉമ്മയാണ്. ഈ അയില കഷ്ണം കാത്തിരിക്കുന്ന ഉമ്മ. ഞാൻ സൂചിപ്പിച്ചത് എന്താ അറിയോ, ആ കാലം കടന്നുപോയ നമ്മളാണ് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മുട്ടായി വാങ്ങാൻ 500 റുപ്യ കൊടുക്കുന്നത്. അതാ പ്രശ്നം. അതല്ലേ കേരളത്തിൽ റിപ്പർ ചന്ദ്രനുണ്ട്. റിപ്പർ ചന്ദ്രനെ പിടിച്ചു. എന്താണ് അദ്ദേഹം, കോളിംഗ് ബെല്ലടിച്ചു വാതിൽ തുറന്ന കയ്യിലുള്ള ഹാമർ കൊണ്ട് തലക്കടിക്കും, ബോധം കെട്ടു വീഴും, അദ്ദേഹം മോഷ്ടിച്ചു പോകും. അദ്ദേഹത്തെ പിടിക്കപ്പെടുമ്പോ കോടതി വരാന്തയിലേക്ക് കൊണ്ടുവരുമ്പോ കോടതിയുടെ ഒരു നടപടിക്രമമുണ്ട്. ജീവിതത്തിൽ വല്ല ആഗ്രഹവും ബാക്കിയുണ്ടോ? റിപ്പർ ചന്ദ്രൻ പറഞ്ഞു, എനിക്കെന്റെ അമ്മയെ കാണണം. ജഡ്ജി കരഞ്ഞുനാ. കാരണം എത്ര വലിയ കൊലയാളിയാണെങ്കിലും ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹം സ്വന്തം അമ്മയെ കാണാൻ. അമ്മയെ കോടതി വരാന്തയിലേക്ക് കൊണ്ടുവന്നപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അമ്മയുടെ ചെവിയങ്ങ് കടിച്ചു പറിച്ച് താഴെയിട്ടിട്ട് പറഞ്ഞു, തള്ളേ, നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത്. പറഞ്ഞ വാക്കാ, തള്ളേ, നിങ്ങളാണ് എന്നെ കള്ളനാക്കിയത്. എന്താ മോനെ നീ പറയണത്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എന്റെ കൂട്ടുകാരന്റെ കടലാസ് പെൻസിലുമായി വന്നപ്പോ നിങ്ങൾ എന്നെ തടുത്തില്ല. അവിടുന്നാണ് ഞാൻ എന്റെ മോഷണം തുടങ്ങിയത്.
1-ാം ക്ലാസ് പഠിക്കണ നമ്മളെ കുട്ടി അങ്ങോട്ട് പോകുമ്പോ സ്ലേറ്റ് പെൻസിൽ 1 കൊണ്ടുപോയത്, തിരിച്ചു വരുമ്പോ 3 അപ്പൊ ഞാൻ സ്ലേറ്റ് പെൻസിലല്ലേ. 2-ാം ക്ലാസ്സിൽ പെൻസിലേറ്റ് വരും, 3-ാം ക്ലാസ്സിൽ പെന്നാവും, 4-ാം ക്ലാസ്സിൽ പൈസവും. അങ്ങനെയാണ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾ സ്കൂളിലെ കമ്പ്യൂട്ടർ മോഷ്ടിച്ചത്. അത് 1 തുടങ്ങിയതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല വീടുകളിലും മക്കള് റെന്റിനെടുത്ത ബൈക്കേറ്റ് വരുന്നു. ഇത് എവിടുന്ന? അത് ഓൻ എവിടുന്നെങ്കിലും ഉണ്ടാക്കിയതാവും. അങ്ങനെ ഓൻ എവിടുന്നെങ്കിലും ഉണ്ടാക്കൽ എങ്ങനെ? ഒരു പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, അവിടേക്ക് ലോകം മാറുന്നു. അതോടൊപ്പം ഞാൻ പറയേണ്ടതില്ലല്ലോ, നമ്മള് കള്ളും കഞ്ചാവും കാര്യങ്ങളൊക്കെ കടന്ന് ഇപ്പൊ MDMA ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പൈപ്പ് ഒട്ടിക്കുന്ന പശ കുടിക്കുന്ന മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മായ്ക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റർ കുടിക്കുന്ന മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അറിയോ നിങ്ങൾക്ക്? അവിടേക്കാ ലോകം പോകുന്നത്. എങ്ങനെയാണ്? നമുക്ക് തോന്നും കണ്ണൊക്കെ ചോക്കണം, മുടിയൊക്കെ ഒരു അലങ്കോലാവണം, അല്ലാത്തൊരവസ്ഥയിൽ മാറണം. MDMA കഴിച്ച വല്ലാത്ത സന്തോഷം വരെ. പ്രിയപ്പെട്ടവരെ, മക്കൾ ചിരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഒരു കാലത്ത് കണ്ടെത്താൻ ഒറ്റ വഴിയുള്ളൂ, അവൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. സാധാരണത്തെക്കാളും കൂടുതൽ അവൻ സന്തോഷിക്കുകയാണെങ്കിൽ അവൻ എന്തോ കഴിക്കുന്നുണ്ടാവും. സാധാരണത്തെക്കാൾ കൂടുതൽ അവന് ദേഷ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. എന്നാൽ അസാധാരണമായ വല്ലതും. ആ ഒരു ലോകത്തേക്ക് നമ്മുടെ ലോകം പോകുമ്പോ എന്താ പരിഹാരം? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദർശ ബന്ധങ്ങളിലേക്ക് മക്കളെ കൊണ്ടുവരിക. ആദർശ ബന്ധങ്ങളിലേക്ക് മക്കളെ കൊണ്ടുവരിക. അത് മാത്രമേ പരിഹാരമുള്ളൂ. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ദീനിന്റെ തണലിൽ വളരുന്നവരാണ്. ഞാൻ കുട്ടികളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നില്ല. എത്രയെത്ര നല്ല കുഞ്ഞുങ്ങള്, എത്രയെത്ര നല്ല മതബോധമുള്ള ആളുകൾ. ഇപ്പൊ നേരത്തെ ഇവിടെ ഖിറാഅത്ത് ഓതിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്ര ഹാഫിലിങ്ങൾ നമ്മുടെ നാടുകളിൽ കടന്നു വരുന്നു. മിമ്പറിൽ കയറി ഖുതുബ പറയുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും കടന്നു വരുന്നു. അങ്ങനെ നല്ല നല്ല ഒരുപാട് അവസ്ഥകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതിനെന്തു വേണം? MSM പോലുള്ള സംവിധാനങ്ങളിൽ. ഞാനൊരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചതാ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ ലക്ഷ്യം എന്താ? ഫുൾ A+ വാങ്ങലാണ്, അല്ലേ? എല്ലാവരെയും ലക്ഷ്യം ഫുൾ A+. SSLCക്ക് എനിക്ക് ഫുൾ A+ ആണ്. +2 എനിക്ക് ഫുൾ A+ ആണ്. എഞ്ചിനീയറിംഗിന് നല്ല ഉന്നതമായ റാങ്ക് നേടി കേരളത്തിലെ പ്രബലമായ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്ത് ഇപ്പൊ പോളിയിൽ ജോലി ചെയ്യാം. ഞാനിത് പറയുമ്പോ ഇതൊക്കെ ഉള്ള സമയത്ത് സന്തോഷമുണ്ടെങ്കിലും എന്റെ വീട്ടിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നിയത് ഞാൻ 12-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, +2 പഠിക്കുമ്പോ മിമ്പറിൽ കയറിയ സമയത്ത് എന്റെ വീട്ടിലുണ്ടായ ഒരു സന്തോഷമുണ്ട്. അതൊരു വല്ലാത്ത സന്തോഷ. അപ്പൊ എനിക്ക് എന്താ തോന്നുക? എന്റെ ഫുൾ A+നേക്കാളും എന്റെ വീട്ടുകാർക്ക് വലുത് ആ മിമ്പറിൽ കയറലാണെന്ന് തോന്നും. അത് കുടുംബത്തിലുണ്ടാവണം. ദീന് വീടിന്റെ അകത്തളങ്ങളിലെ അടിസ്ഥാനമായി മാറണം. അങ്ങനെ വന്നാൽ മക്കൾ എവിടേക്കും തിരിഞ്ഞു പോവില്ല. മക്കളെ ദീനിന് ഇപ്പൊ പ്രോഫ്കോൺ വരിക, ഹൈസെക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രോഫ്കോൺ വരുമ്പോ ഇതിപ്പോ പഠിക്കേണ്ട സമയത്ത് പ്രോഫ്കോൺ പോക്കല്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ടാവില്ല. അവിടെയാണ് ദീനിന്റെ വഴികളിൽ നമ്മുടെ മക്കൾ ഉമ്മയെ ഉമ്മയായി കാണാൻ, ഉപ്പയെ ഉപ്പയായി കാണാൻ, ആ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഉണ്ടാകണമെങ്കിൽ അവരുടെ മനസ്സുകളിലേക്ക് ദീന് പകർന്നു കൊടുക്കണം. ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ പവിത്രമായ കുടുംബമാക്കി വളർത്തിക്കൊണ്ടുവരികയും ബന്ധങ്ങളെ പരിശുദ്ധമായി തന്നെ, ഒരുപാട് വിശദീകരിക്കാനുണ്ട്, സമയക്കുറവ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളെയും ആ ഒരടിസ്ഥാനത്തിൽ ഖുർആനിന്റെ തണലിൽ ചിന്തിക്കുക. ആമുഖമായി ഓതിവെച്ചത് വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. റബ്ബന ഹബ്ലന മിന അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ. വിശ്വാസികൾ പരസ്പരം എന്റെ ഇണകളിലൂടെ, മക്കളിലൂടെ കൺകുളിർമ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പറഞ്ഞതോ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങളുടെ ഇമാമാക്കി എന്നെ മാറ്റണം. മുത്തഖിയാക്കണേന്നല്ല, മുത്തഖീങ്ങളുടെ ഇമാമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞു. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിലെ കത്തിയാളെന്ന നരകത്തിയ് അത് സഹിക്കാനുള്ള ശക്തിയും കൽപ്പും ഞങ്ങൾക്കില്ല നാഥ. അത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കണ്ണിന് കുളിർമ പ്രദാനം ചെയ്ത് മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കാൻ പര്യാപ്തമായ വിധാനത്തിൽ
ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടുകൂടി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിയാമനാ വസലാത്തനാ വഅമാലനാ യാ റബ്ബൽ ആലമീൻ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാമുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.